ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര, ഓം വിഘ്നേശ്വര, ഓം പാർവതീദേവി ഭഗവതി, ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമഃ, ഓം അയ്യപ്പസ്വാമിയെ നമോ നമഃ, ഭഗവാൻ ഈശ്വരനെ, ഭഗവാൻ ഈശ്വരനെ, ഓം ദുർഗാദേവി കാളി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 പൊതുവിൽ വളരെയധികം സൗഭാഗ്യദായകമായൊരു വർഷമാണ്. അതായത് 2026 ശിവരാത്രി വന്നു ചേരുകയാണ്. ഫെബ്രുവരി മാസം വന്നു ചേരുന്ന ശിവരാത്രിയോട് അനുബന്ധിച്ച് ഭാഗ്യദായകമായി വരാൻ കഴിയുന്ന ചില നക്ഷത്ര ജാതരെക്കുറിച്ചും ചില രാശിക്കാരെക്കുറിച്ചുമാണ് പറയുന്നത്. ശിവരാത്രി ദിവസം മുതൽ ഭാഗ്യദായകമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ചില നക്ഷത്ര ജാതരെക്കുറിച്ച് വ്യക്തമാക്കുന്നു. 2026 ഫെബ്രുവരി മാസം 15-ന് എത്തുന്ന ശിവരാത്രി, ആ മഹാശിവരാത്രിക്ക് ശേഷം ഗ്രഹനിലയിൽ വലിയ മാറ്റങ്ങൾ ശിവരാത്രിക്ക് മുൻപും, അതായത് 2026 ഫെബ്രുവരി മാസം 15-ന് വന്നു ചേരുന്ന മഹാശിവരാത്രിക്ക് ഒരു 10 ദിവസം മുൻപ് മുതലേ ഭാഗ്യം അനുഭവിക്കുവാൻ ചാൻസുള്ള നക്ഷത്ര ജാതരും ഉണ്ട് ഇതിനകത്ത്. ശിവരാത്രിക്ക് ശേഷവും ആ ഭാഗ്യം ഏകദേശം അടുത്ത ശിവരാത്രി കാലം വരെ ഒരു വർഷക്കാലത്തോളം അതിൻ്റേതായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ നിലമാറ്റവും സൂര്യൻ്റെ രാശിമാറ്റവുമാണ് ഇതിന് പ്രധാനമായ കാരണമായിട്ട് പറയാൻ കഴിയുന്നത്. വ്യാഴത്തിൻ്റെ സ്വാധീനവും സൂര്യൻ്റെ ഈ രാശിമാറ്റവും വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതർക്ക് അഥവാ ചില രാശി ജാതർക്ക് സൗഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങളാണ് 2026 തുടങ്ങി 2027 വരെ ഏകദേശം ഒരു വർഷക്കാലത്തോളം അതിൻ്റേതായിരിക്കുന്ന ഭാഗ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. ശിവരാത്രി ദിവസം മുതൽ ഭാഗ്യലബ്ധി ഉണ്ടാകുവാൻ കഴിയുന്ന നക്ഷത്ര ജാതർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവക്കൂറുകാർ അതിനകത്ത് ഒരു വിഭാഗമാണ്. ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സൗഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്ക് എത്തുവാൻ കഴിയുന്ന പോലെയാണ് ആ ഭാഗ്യം നമ്മളെ സഹായിക്കുവാനായി എത്തുന്നത്. വിശേഷിച്ചും ഇടവക്കൂറിൽ വ്യാഴം നിൽക്കുന്ന സമയമായതുകൊണ്ട് ഭാഗ്യം നമുക്ക് ഇരട്ടിയായി ലഭിക്കുക തന്നെ ചെയ്യും. ശിവരാത്രിക്ക് ശേഷം ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം ധനയോഗങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതിലൂടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ തിരിച്ചറിയുവാനും ആനന്ദിക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഈ കൂറുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തടസ്സപ്പെട്ടു കിടന്ന പണം, അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം പരിഹരിക്കപ്പെടുകയും അതിലൂടെ വലിയ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. തടസ്സപ്പെട്ടു കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കും. നമുക്ക് വേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നതാണെങ്കിൽ പോലും ആ പണം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വരുമാന സ്രോതസ്സുകൾക്ക്
തുടക്കം കുറിക്കുന്ന വർഷം കൂടിയിട്ടായിരിക്കും 2026. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറുകാരാണ് അടുത്തത്. കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവരാത്രിക്ക് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ സമ്പത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം വന്നു ചേരുന്നത്. വിദേശത്ത് നിന്ന് സഹായമോ അതുപോലെ തന്നെ ധനമോ ഒക്കെ പേരിൽ കൂട്ടി തന്നെ എത്തിച്ചേരുന്ന ഭാഗ്യമാണ് കന്നിക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കരിയറിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയും അത് ശമ്പള വർധനവിന് കാരണമാവുകയും ചെയ്യും. ഷെയർ മാർക്കറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ വൻ തുക ലഭിക്കാനുള്ള ഭാഗ്യം കന്നിക്കൂറുകാർക്ക് കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും ഒക്കെ ഉയർച്ചയുണ്ടാകുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം 15 ശേഷം വരുന്ന കാലയളവ് തീർച്ചയായും ഒരു വർഷക്കാലത്തോളം സൗഭാഗ്യത്തിൻ്റെ തുറന്ന വഴികളിലേക്കുള്ള ഒരു യാത്ര തന്നെയായിരിക്കും കന്നിക്കൂറുകാരുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. അടുത്തത് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറാണ്. മേടക്കൂറുകാർക്ക് ശിവരാത്രിക്ക് തൊട്ട് മുൻപ് വരുന്ന 10 ദിവസം മുതൽ സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതിയെ തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാവാം അത്. ഗ്രഹങ്ങളുടെ രാജാവായി നിൽക്കുന്ന സൂര്യനും ധനദേവനായി ധനകാരകനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം കൂടി വന്നാൽ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ സമ്പത്ത് വർദ്ധിക്കുമെന്നുള്ളത്. തീർച്ചയായും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും അവരുടെ സാമ്പത്തികമായ നിലവാരം വന്നു ചേരുന്നത്. മേടക്കൂറുകാർക്ക് സൂര്യൻ്റെ കുംഭം രാശിയിലേക്കുള്ള മാറ്റം വളരെ അനുഗുണമാണ്. വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക സ്ഥിതിഗതികൾ വന്നു ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മേടക്കൂറിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ഭാഗ്യം വന്നു ചേരുന്ന വർഷം കൂടിയിട്ടാണ് 2026. ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ സാധാരണക്കാരൻ്റെ കയ്യിൽ ധാരാളം ധനമുണ്ടാക്കി കൊടുക്കുന്നതിന് ഉപയുക്തമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കടബാധ്യതകളിൽ നിന്ന് അകലാനുള്ള ഭാഗ്യവും 2026 ഈ കൂറുകാർക്ക് കാണുന്നുണ്ട്. പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള ഏറ്റവും വലിയ ഗതി ഈ കൂറുകാർക്ക് തീർച്ചയായും ഈ ഗ്രഹങ്ങളുടെ യോഗത്താൽ വന്നു ചേരും. അടുത്തത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരക്കൂറാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രിക്ക് ശേഷം വരുന്ന ദിനങ്ങൾ വളരെ ഭാഗ്യമുള്ളതാണ്. ശനിയുടേതായിരിക്കുന്ന ആധിക്യം കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ്. ശനി ദോഷത്താൽ വളരെയധികം ബുദ്ധിമുട്ടി ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിലനിന്നിരുന്നത്. എന്നാൽ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ വരവ്, ഈ ചേർച്ച വളരെ മംഗളകരമായിരിക്കുന്ന വലിയ ഒരു തരത്തിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ കഴിയും. ദുഃഖ ദുരിത ഭാവങ്ങളെല്ലാം തന്നെ അകന്ന് സമ്പത്തിൻ്റേതായിരിക്കുന്ന നന്മയുള്ള ഒരു വ്യവസ്ഥയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും. ശനിയുടെ കാഠിന്യം കുറയുന്നതും വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടിയുമാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യത്തിന് കാരണമാകുന്നത്. തൊഴിൽ മേഖലയിൽ വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. പ്രശസ്തി പത്രമൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. തൊഴിൽ മേഖലയിൽ ട്രാൻസ്ഫറിനുള്ള ചാൻസ് കാണുന്നുണ്ട് വീടിനടുത്തേക്ക്. അതുപോലെ തന്നെ പ്രമോഷനുള്ള ചാൻസ് കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ വലിയ അനുകൂലമായ ഭാവങ്ങളാണ് ഈ നക്ഷത്ര ജാതർക്കും ഈ കൂറുകാർക്കും ഉണ്ടാകാൻ പോകുന്നത്. കഠിനാധ്വാനത്തിന് അനുയോജ്യമായിരിക്കുന്ന പ്രതിഫലം ഉറപ്പായും ഉണ്ടാകും. അതുപോലെ തന്നെ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭകരമായിരിക്കുന്ന വരുമാനം വന്നു തുടങ്ങുന്ന അവസ്ഥ കൂടി 2026 അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്ക് ഈ ശിവരാത്രി ദിവസം കഴിഞ്ഞു വരുന്ന ദിനങ്ങളിൽ എല്ലാം തന്നെ തൊഴിൽപരമായ ഉയർച്ചയ്ക്കുള്ള സാധ്യത കൂടുതൽ കാണുന്നു. സാമ്പത്തിക ഭദ്രത വളരെ വലുതായി തന്നെ ഈ കൂറുകാർക്ക് ഉണ്ടാകും. പുതിയ വീട് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും സ്വസ്ഥതയും സ്നേഹവും സ്നേഹവും സമാധാനവും ഒക്കെ ഒത്തുചേരുന്നത് അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ കൂറുകാരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വിദേശ യാത്രാപരമായും വളരെയധികം പ്രയോജനമുണ്ടാകുന്ന കൂറുകാരാണ് ഇവർ. ധനുക്കൂറിൽ പിറന്നിരിക്കുന്ന നക്ഷത്ര ജാതർ പൊതുവിൽ ഭാഗ്യ ജാതർ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.
ശിവരാത്രി ദിവസം കഴിഞ്ഞു വരുന്ന വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ഒക്കെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണ ഫലമായിട്ട് വളരെയധികം ഉന്നതിയിലേക്ക് എത്തുവാൻ കഴിയുന്ന നക്ഷത്രജാതരാണിവർ. ശിവരാത്രി ദിവസം ഭഗവാൻ ശിവന് ധാര നടത്തുന്നത് ഏറ്റവും അനുകൂലമാണ്. സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഉത്തമവുമാണ്. തീർച്ചയായിട്ടും ആ ഒരു പൂജാകർമ്മം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബല്ലുപത്ര സമർപ്പണം, അതായത് കൂവളത്തിൻ്റെ ഇല കൊണ്ട് ശിവഭഗവാന് അർച്ചന നടത്തുക. അതിലൂടെ മഹാലക്ഷ്മി പ്രീതിയാണ് ഉണ്ടാകുന്നത്. മഹാലക്ഷ്മി പ്രീതിയിലൂടെ ധനാഗമം തീർച്ചയായിട്ടും വന്നു ചേരുക തന്നെ ചെയ്യും. മഹാലക്ഷ്മി പ്രീതിയിലൂടെ തീർച്ചയായും ധനം ആഗമിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ശിവരാത്രി ദിവസം അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് ഏറ്റവും അനുകൂലമാണ്. തീർച്ചയായിട്ടും ശിവരാത്രി ദിവസത്തിന് ശേഷം, അതായത് ശിവരാത്രിയിൽ വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയുമായ ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ശിവരാത്രി കഴിഞ്ഞു വരുന്ന ദിനങ്ങളിൽ ഈ പറഞ്ഞ രാശിക്കാർക്കെല്ലാം തന്നെ വളരെ അനുകൂലവും വളരെ ഉന്നതവുമായ സാമ്പത്തിക നിലവാരത്തിലൂടെ ഉയർന്ന് ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നേടിയെടുക്കാനാവും. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും അതുപോലെ സാമ്പത്തികപരമായും കാർഷികപരമായും ഒക്കെ തന്നെ വളരെ വളരെ ഉയരങ്ങളിലെത്താനും അതുപോലെ അതിൻ്റേതായ സാഹചര്യങ്ങളിൽ സന്തോഷിക്കാനുമുള്ള അവസരം ഈ രാശിക്കാർക്കെല്ലാം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഈശ്വരൻ്റേതായ അനുഗ്രഹത്താൽ ഇതെല്ലാം കൃത്യമായി തന്നെ നടക്കണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.